എച്ച് ടി പി ക്ലയൻറ്റിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ എന്താണോ കവർ ചെയ്യാൻ പോകുന്നത്, സിമ്പിൾ ആയിട്ടുള്ള 3 ടോപ്പിക്കാണ്. കീപ് അലൈവ് ഈക്വൽ ടു ട്രൂ, ക്യാഷ് പ്രയോറിറ്റി മോഡ്, അങ്ങനെ അങ്ങനെ ഒരു 4 സാധനങ്ങൾ കൂടെ നമുക്ക് ഓപ്ഷനിൽ എച്ച് ടി പിയിൽ പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ കൂടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. എന്താണ് കീപ് അലൈവ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇവിടെ എനിക്കത് എക്സാമ്പിളിൽ കാണിക്കാൻ പറ്റില്ല. ഇത് ഇത്രേ പറയുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ ഈ പേജിൽ നിൽക്കുകയാണെന്ന് വെച്ചോ, ഈ ഒരു പേജിൽ നിന്നുകൊണ്ട് ഇപ്പം എനിക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. പക്ഷെ ഞാനിപ്പോൾ ഈ ടെസ്റ്റ് ഓൾ അടിച്ചിട്ട് ഞാൻ വേറൊരു പേജിലേക്ക് റൗട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ റിക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോഴും കീപ്പ് അലൈവ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആവും. ദാറ്റ് ഈസ് യൂസ്വലി അനലറ്റിക്സിനോ, അതായത് യൂസർ ആ പേജിൽ നിന്നും നാവിഗേറ്റ് പോയി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഷാഡ് കീപ്പ് അലൈവ് ഈക്വൽ ടു ട്രൂ. മെയിൻലി അനലറ്റിക്സ് ഡേറ്റ, യൂസർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പേജ് എന്ന് പറയുന്ന അനലറ്റിക്സ് ഡേറ്റ ലോഗ് ചെയ്യുന്ന എ പി ഐക്കൊക്കെ ആയിരിക്കും കൂടുതലും ഇത് നമ്മൾ വെക്കുക. അങ്ങനെ എല്ലാ എ പി ഐക്കും നമ്മളത് വെക്കില്ല. രണ്ടാമത്തെ കാഷിംഗ് കൺട്രോൾ. റിക്വസ്റ്റ് എങ്ങനെ ബ്രൗസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാഷിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഇത് കാഷിൽ നിന്ന് എടുത്തതെന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്ച്വലി ലോഗ്, ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ചെയ്തേക്കാണ്. അപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ ഇത് വിളിക്കുമ്പം ഇറ്റ് ഷുഡ് കം ഫ്രം ദ ക്യാഷ്. രണ്ടാമത്തെ തവണ ഇത് വിളിക്കുമ്പോൾ ഇറ്റ് ഷുഡ് കം ഫ്രം ദ ക്യാഷ്. അത് ക്യാഷിൽ നിന്നും വരണം എന്നുള്ളതാണ്. പക്ഷെ ഇത് ക്യാഷിൽ നിന്നും വരുമോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു ഡേറ്റ ഉണ്ടായിരുന്നു ആക്ച്വലി. എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് ഞാൻ ആക്ച്വലി, നമുക്ക് ക്യാഷ് കൂടുതലും പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയാണ് അത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യൂയിങ് റിക്വസ്റ്റ് ഇതിനകത്ത് വെയിറ്റിംഗ് ഫോർ റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്തും റിക്വസ്റ്റ് റെസ്പോൺസ് വരുന്നുണ്ട്, കണ്ടന്റ് ഡൗൺലോഡ് വരുന്നുണ്ട്. ഇത് പക്ഷേ ക്യാഷ് നല്ല എടുത്തിരിക്കുന്നത്. മെയിൻലി എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഇന്ററാക്ട് വിത്ത് ബ്രൗസേഴ്സ് എച്ച് ടി പി ക്യാഷ് വിച്ച് ക്യാൻ സിഗ്നലി ഇംപ്രൂവ് ദ പെർഫോമൻസ്. കൂടുതലും ഇതിപ്പോൾ പോസ്റ്റ് ആണ്, ചിലപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് അതുകൊണ്ടായിരിക്കും. നമുക്കൊരു ഗെറ്റ് റിക്വസ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഗെറ്റ് ആക്കുവാണെങ്കിൽ ബോഡി വേണ്ട, നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് ആക്കി നോക്കാം. എറടിക്കുക, അതിനകത്ത് എറടിക്കുമ്പം ഗെറ്റ് റിക്വസ്റ്റിനകത്ത് ഇനിഷ്യൽ ലോഗ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഇതിനകത്ത് സ്റ്റോൾ റിക്വസ്റ്റ് സെൻഡ് വെയിറ്റിംഗ് ഫോർ റെസ്പോൺസ് കണ്ടന്റ് ഡൗൺലോഡ്, ഇതിനകത്ത് കണ്ടന്റ് ഡൗൺലോഡ് വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ക്യാഷിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റും. വിൽ ചെക്ക് അഗെയിൻ. ക്യൂയിങ് ഇല്ല, എനിക്കിവിടെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ തിയറി അതാണ്. അതായത് നമുക്ക് ഒരു റിക്വസ്റ്റ് തന്നെ പലതവണ നമ്മൾ ടേം ചെയ്യുമ്പോൾ, പലതവണ നമ്മൾ ഈ ബ്രൗസറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വരുന്നത്. കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന റിക്വസ്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ക്യാഷ് ഇമ്പോർട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് ഫോഴ്സ് ചെയ്ത് ക്യാഷ് ചെയ്തേക്കാണ്. അതായത് അടുത്ത റിക്വസ്റ്റ് ചിലപ്പം ക്യാഷ് എന്നായിരിക്കും. ഇനി നോ ക്യാഷ് ഉണ്ട്. നോ ക്യാഷ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ് ക്യാഷേ ചെയ്യത്തില്ല. ഉള്ളി ഇഫ് ക്യാഷ്. ഇപ്പം ഞാൻ നോക്കാം, ഉള്ളി ഇഫ് ക്യാഷ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതെന്ത് പറ്റി? ഇത്ര നേരം വർക്ക് ചെയ്തോണ്ടിരുന്നാണല്ലോ. നോ ക്യാഷ് കൊടുക്കാം, ഉള്ളി ഇഫ് ക്യാഷും കൊടുക്കാം. ഉള്ളി ഇഫ് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് സീ എനി ഡിഫറൻസ്. ഇവിടെ ഞാൻ ക്ലിയർ ചെയ്യാണ്. I'll just date it. പോസ്റ്റ് ഓൺ an exception. സി, നമുക്കൊരു എക്സെപ്ഷൻ അടിക്കുന്നത് എറർ, എച്ച് ടി പി റെസ്പോൺസിൽ അൺനോൺ എറർ അടിച്ചു. ആൻഡ് ഇപ്പം ഞാനിവിടെ നോ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ
ഇത് വർക്ക് ചെയ്യണം. റെസ്പോൺസ് ഫ്രം പോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ റിക്വസ്റ്റ് നമുക്ക് ക്യാഷ് ആവില്ല. സ്റ്റാറ്റസ് 304 ആണ് വരുന്നത്, ഫെച്ച് വെച്ചിട്ടാണ് വരുന്നത്. ഇനിയുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ഇതിനകത്ത് കീപ്പ് അലൈവ് എന്ന് പറയുന്നതോ ക്യാഷോ ഏതോ ഒരെണ്ണം നമ്മുടെ HTTP ഫെച്ചിന്റെ കൂടെ വർക്ക് ആവില്ല. പിന്നെ ടൈം ഔട്ട് ഉണ്ട്. ഇതെല്ലാം ഫെച്ചിന്റെ കൂടെ വർക്ക് ആവില്ല. ഈ കീപ്പ് അലൈവ് എന്ന് തോന്നുന്നു ഫെച്ചിന്റെ കൂടെ മാത്രം വർക്ക് ചെയ്യുന്ന സാധനം. പിന്നെ അടുത്ത് വരുന്നത് പ്രയോറിറ്റി ആണ്. നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം ബ്രൗസർക്ക് അതനുസരിച്ച് ഇതൊരു ഹൈ പ്രയോറിറ്റി ക്രിട്ടിക്കൽ റിസോഴ്സ് ആണ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ലോ പ്രയോറിറ്റി ആയിട്ടുള്ള റിക്വസ്റ്റ് അല്ല, യു ക്യാൻ ഇഗ്നോർ ഇറ്റ് ടു ദ ലാസ്റ്റ്. ഇനി രണ്ടാമത് ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദി ബ്രൗസർ ഡിസൈഡ് ദി പ്രയോറിറ്റി. അങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കൂടുതലും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ്, ബെറ്റർ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ ഒക്കെയാണ് ഈ പ്രയോറിറ്റി ഓട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മോഡ് എന്ന് പറയുന്നത് കോഴ്സ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതിനുശേഷം സെയിം ഒറിജിൻ ഉണ്ട്, നോ കോഴ്സ് ഉണ്ട്. സെയിം ഒറിജിൻ റിക്വസ്റ്റ് മാത്രം. ഹൗ റിക്വസ്റ്റ് ഹാൻഡിൽ ക്രോസ് ഒറിജിൻ റിക്വസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സെയിം ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഒറിജിനുള്ള റിക്വസ്റ്റ് മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ എന്ന് പറയാണ്. ഞാനിപ്പം സെയിം ഒറിജിൻ കൊടുത്തിട്ട്, ഐ ആം നോട്ട് റോങ്, ഇവിടെ ഒരു എററിന് ചാൻസ് ഉണ്ട്. എറർ അടിച്ചു. It cannot request the same origin but URL's origin is not same as a request origin. അപ്പോൾ നമുക്കവിടെ എറർ അടിച്ചു. ഇതാണ് കോഴ്സ് എക്സെപ്ഷൻ. അതായത് രണ്ടും ലോക്കൽ ഹോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അതാണ്. ഇപ്പോൾ കോഴ്സ് കൊടുത്താൽ കുഴപ്പമില്ല, കാരണം രണ്ടും ഡിഫറെൻറ്റ്. കോഴ്സ് റിക്വസ്റ്റ് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന കോഴ്സാണ്. കോഴ്സ് ഇനേബിൾ ക്രോസ് ഒറിജിൻ റിക്വസ്റ്റ് എന്നാണ് അതിനർത്ഥം. അതായത് ക്രോസ് റിക്വസ്റ്റിനെ കോഴ്സ് ഡിഫോൾട്ടായിട്ട് എടുക്കാൻ പറ്റും. ഇനി നോ കോഴ്സ്, റെസ്പോൺസ് ഒപ്പേക്ക് ആയിരിക്കും. ലെറ്റ്സ് സീ. അവിടെയും ഈ കേസിൽ എനിക്ക് തോന്നുന്നു എററാന്ന് തോന്നുന്നു. അൺനോൺ എററാണ് അടിച്ചേക്കുന്നത്. അൺനോൺ എറർ അല്ല, നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് നോ കോഴ്സ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. അവിടെ കോഴ്സിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, കാരണം ഇത് രണ്ടും രണ്ട് ഒറിജിൻ ആണ്. സെയിം ഒറിജിൻ കൊടുത്താലും നോ കോഴ്സ് കൊടുത്താലും എറർ അടിക്കാം. കാരണം ലോക്കൽ ഹോസ്റ്റിൽ നിന്ന് കോഴ്സ് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്രോസ് ഒറിജിൻ റിക്വസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പം കോഴ്സ് ഇനേബിൾ ചെയ്തപ്പോൾ നമുക്ക് അത്രയും പോസ്റ്റ് വന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ടൈം ഔട്ട് ആണ്. ടൈം ഔട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ റിക്വസ്റ്റിനകത്ത്, ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഈ ഇച്ചിരി സമയം എടുക്കുന്ന റിക്വസ്റ്റ് ആണെന്നത്, ടൈം ഔട്ട് ഈക്വൽ ടു ഞാൻ 1000 ഇടുവാണെങ്കിൽ 1000 മില്ലി സെക്കൻഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് റിക്വസ്റ്റ് ഒന്നുകൂടെ ഇനേബിൾ ചെയ്യാണ്. അപ്പോൾ ഈ 1000 മില്ലി സെക്കൻഡിനകത്താണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അത് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടും. 1000 മില്ലി സെക്കൻഡ്സിന് കൂടുതൽ ടൈം അത് സെർവറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ എറർ അടിച്ചോളാനാണ് നമ്മൾ പറയുന്നത്. ബാക്ക് എൻഡ് ശരിക്കും ഈ സ്പെസിഫൈഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ നമ്മൾ ഇന്റർസെപ്റ്ററിനകത്ത് ചെന്നിട്ട് മില്ലി സെക്കൻഡ്സ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമ്പാക്ട് ചെയ്യത്തില്ല. ബാക്ക് എൻഡ്, അതായത് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണോ റെസ്പോൺസ് വരുന്നത് അത് മാത്രമാണ് അത് നോക്കുന്നത് ടൈം ഔട്ട്സിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇനിയുള്ള റീഡയറക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, ക്രിഡൻഷ്യൽ ഹാൻഡ്ലിംഗ് ഉണ്ട്, റെഫറർ ഇൻ HTTP റിക്വസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഇത് എത്രയും അടുത്ത 2 വീഡിയോസ് ആയിട്ട് കവർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.